ഇടയിലക്കാട് കാവിൽ ഓരിലത്താമര നിരീക്ഷണം. ഇതാണ് ജൂപ്പിറ്റർ 110. ഇന്ത്യയിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ച ടൂവീലർ ജൂപ്പിറ്റർ. ഒരു കാര്യം കൂടി ഉണ്ട്, ഓരോ പർച്ചേസിനും അടിപൊളി സമ്മാനങ്ങളും ഉണ്ട്. അതെയോ? അപ്പൊ ഇന്ന് തന്നെ TV ഷോറൂം സന്ദർശിക്കും. പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെട്ട് വർഷത്തിൽ 6 മാസം മാത്രം ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുന്ന അപൂർവ സസ്യം. ഒരില മാത്രമുള്ള ജീവിതചക്രം പൂർത്തിയാക്കി അടുത്ത 6 മാസം മണ്ണിനടിയിൽ കിഴങ്ങിനെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന ഓരിലത്താമര സസ്യത്തിൻ്റെ ജീവിതചക്രം കുരുന്നുകൾക്ക് കൗതുക കാഴ്ചയായി. ഇടയിലക്കാട് കാവിൽ ഇടയിലക്കാട് നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിച്ച ഓരിലത്താമര നിരീക്ഷണമാണ് കുട്ടികളിൽ പുതിയ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയത്. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരിലത്താമര എന്ന സസ്യത്തിൻ്റെ 2 ഇനങ്ങളുള്ള കാവാണ് ഇടയിലക്കാട്ടിലെ 15 ഏക്കർ വിസ്തൃതിയുള്ള കാവ്. ശരാശരി 5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള നിലംപറ്റി വളരുന്ന ഒരുതരം നീല ഓർക്കിഡ് ആണിത്. മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലിപ്പത്തിലുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചു വരിക. നേർത്ത തണ്ടിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിൻ്റെ ആയുസ് ഒരാഴ്ചക്കാലമേ നീളൂ. പിന്നീടാണ് സസ്യത്തിൻ്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെട്ട് നവംബർ മാസത്തോടുകൂടി മണ്ണിലേക്ക് തിരിച്ചു പോവുക. വൃക്ക, ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിൻ്റെ കിഴങ്ങ് പഴയകാലത്ത് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചു വന്നിരുന്നു. ഓരിലത്താമരകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇന്ന് ഔഷധത്തിന് ഉപയോഗിക്കാനും പറ്റാറില്ല. കാവിൻ്റെ 3 ഭാഗങ്ങളിലായി കാണപ്പെട്ടിരുന്ന ഈ സസ്യത്തെ കുട്ടികൾ ഇത്തവണ നിരീക്ഷിച്ചപ്പോൾ ഒരു ഭാഗത്തു മാത്രമായി എണ്ണം കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഇലയുടെ വലിപ്പത്തിലും കുറവുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിശക്തമായ മഴയിൽ കാവിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാകാം ഇതിന് കാരണമെന്ന് അനുമാനിക്കപ്പെട്ടു. നിരീക്ഷണത്തിന് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും പരിസ്ഥിതി പ്രവർത്തകനുമായ പി വേണുഗോപാലൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെൻ്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പലേരി എന്നിവർ നേതൃത്വം നൽകി. ഒരിലത്താമര ഏറ്റവും അപൂർവമായിട്ടുള്ള 2 ഇനങ്ങൾ ഈ ഇടയിലക്കാട് കാവിലുണ്ട്. ഇത്തവണ നമ്മൾ ഇത് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ എണ്ണം വളരെ വലിയ നിലയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാവിൻ്റെ ഒരു 4 വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരിലത്താമര നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഒരിലത്താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് വലിയ നിലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഈ ഒരിലത്താമരകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഗ്രന്ഥാലയത്തിൻ്റെയും അതേപോലെ തന്നെ ബാലവേദിയിലെ കുട്ടികളും അത്തരത്തിലുള്ള ഒരു സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു നിരീക്ഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, കെ വി രമണി, സി ജലജ, പി വി സുരേഷൻ, എം പ്രമോദ്, കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു, പിലിക്കോട്. ബാഹുബലിയോ? അല്ല, മാവേലി. അയ്യോ, മാവേലി നടന്നാ പോകുന്നേ? അതെ, നടന്നാണ് പോകുന്നത്. എന്നാ വാ, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. ആയിക്കോട്ടെ, ഞാൻ ഓടിക്കാം. എങ്കിൽ വാ, ഞാൻ മാവേലിക്ക് അടിപൊളി ടൂവീലർ കാണിച്ചു തരാം. ഇതാണ് TVS ജൂപ്പിറ്റർ 125. നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണ്. വിശാലമായ സീറ്റ്, കുഷ്യൻ ബാക്ക് റെസ്റ്റ്, ഈസി സെന്റർ സ്റ്റാൻഡ്, പിന്നെ TFT ഡിസ്പ്ലേ. ഓണൊക്കെ അല്ലേ, ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ? എന്താ ഇല്ലേ?
എന്നാൽ എത്ര ഗിഫ്റ്റ് വേണമെങ്കിലും ഇതിൽ വെക്കാം. ഓ. സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് ആണ്. അതെയോ? ഇതാണ് നമ്മുടെ TVS Endure Great XP Blend. 10.2 PS പവറിനോടൊപ്പം 125 സെഗ്മെന്റിലെ ഏറ്റവും പവർഫുൾ സ്കൂട്ടർ. കാണാൻ എങ്ങനെയുണ്ട്? സ്റ്റൈൽ അല്ലേ? അടിപൊളി. ഇതെല്ലാം വെറും 4,999 രൂപ ഡൗൺ പേയ്മെന്റ്. ഇനി EMI യുടെ കാര്യം ഓർത്തും ടെൻഷൻ അടിക്കേണ്ട. വെറും 2,999 രൂപ മാത്രം. അതും 5.99% പലിശ നിരക്കിൽ. സത്യം പിന്നെ സത്യം, ഇതാണ് ജൂപ്പിറ്റർ 110. ഇന്ത്യയിലെ പറ്റി പറയണ്ട. കാരണം ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ച ടൂ വീലർ ജൂപ്പിറ്റർ. പോലെ ഒരു കാര്യം കൂടി ഉണ്ട്. ഓരോ പർച്ചേസിനും അടിപൊളി സമ്മാനങ്ങളും ഓ ഉണ്ട്. അതെയോ? അപ്പൊ ഇന്ന് തന്നെ TVS ഷോറൂം സന്ദർശിക്കും.